സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ. ഇത് ആസാദിയുടെ ഒരു പുതിയ പ്രോഗ്രാമാണ്. കൂട്ടായ്മ എന്നാണ് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ വ്യത്യസ്തമാകുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളെ ആസാദിയുടെ പ്രേക്ഷകരുമായി പരിചയപ്പെടുത്തുവാൻ വല്ലപ്പോഴുമൊക്കെ നമ്മൾ ഈ പ്രോഗ്രാം, കൂട്ടായ്മ എന്ന ഈ പ്രോഗ്രാം ആസാദി ചാനലിലൂടെ ടെലികാസ്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നിച്ചു നിൽക്കുക, പരസ്പരം ഓർക്കുക, പ്രാർത്ഥിക്കുക, സഹായിക്കുക, സഹകരിക്കുക. ഇതൊക്കെയാണ് ക്രിസ്തീയ സഭയിലെ കൂട്ടായ്മയുടെ അർത്ഥം. കൂട്ടായ്മയുടെ വലങ്കരം കൊടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ പരസ്പരമുള്ള പ്രാർത്ഥനയുണ്ട്, ബലപ്പെടുത്തലുണ്ട്, പരസ്പരം ധൈര്യപ്പെടുത്തലുണ്ട്, പരസ്പരമുള്ള സപ്പോർട്ടുണ്ട്. ഇതെല്ലാം കൂട്ടായ്മയ്ക്കകത്തുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കഷ്ടത അനുഭവിക്കുന്നവർ, വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ പോകുന്നവർ, അവർക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമാണ്. അങ്ങനെയുള്ള വാത്സല്യമുള്ള ദൈവമക്കളാണ് ഈ പ്രോഗ്രാമിലൂടെ വന്ന് അവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുന്നത്. ഇങ്ങനൊരു പ്രോഗ്രാം നമ്മൾ ആരംഭിക്കുവാൻ കാരണം, പലപ്പോഴും നമുക്ക് പ്രയർ ലൈനിലൂടെ കിട്ടുന്ന പ്രയർ റിക്വസ്റ്റുകളിലൊക്കെ വളരെയധികം പ്രാർത്ഥന ആവശ്യമുള്ള ദൈവമക്കൾ വിളിക്കാറുണ്ട്. ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് കേവലം ആസാദി ചാനലിൻ്റെ പ്രാർത്ഥനാ സഹകാരികൾ മാത്രമല്ല, ലോകം മുഴുവൻ അങ്ങനെയുള്ള ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ പ്രാർത്ഥന ആവശ്യങ്ങളുള്ള ദൈവമക്കളെ നമ്മുടെ പ്രേക്ഷകരുമായി പരിചയപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ പ്രോഗ്രാം ഉപയോഗിക്കുന്നത്. പ്രാർത്ഥന ആവശ്യമുള്ളവർ, കൂട്ടായ്മയുടെ വലങ്കരം കൊടുക്കുവാൻ ആവശ്യമുള്ളവർ, അവരെ പരിചയപ്പെടുത്തുവാൻ ഈ പ്രോഗ്രാം നമ്മൾ ഉപയോഗിക്കുന്നു. എപ്പോഴും എല്ലാ ആഴ്ചയിലും ഒരു എപ്പിസോഡ് എന്ന വിധത്തിലൊന്നുമല്ല നമ്മളിത് ചെയ്യുന്നത്. ഇങ്ങനെ പ്രത്യേക സാഹചര്യങ്ങളിലൂടെ പോകുന്നവർ അവരെ കൊണ്ടുവരണം എന്ന് നമുക്ക് ബോധ്യമാകുമ്പോൾ, അങ്ങനെ ഒരു തോന്നൽ പരിശുദ്ധാത്മാവ് നൽകുമ്പോൾ വല്ലപ്പോഴുമൊക്കെ അങ്ങനെയുള്ള എപ്പിസോഡ്സ് നമുക്ക് ആസാദി മലയാളം ചാനലിലൂടെ പ്രതീക്ഷിക്കാം. ദൈവം സഹായിക്കട്ടെ. ഇന്ന് അതിൻ്റെ 1ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് നമുക്ക് തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കാൻ വന്നിരിക്കുന്നത് ഡോക്ടർ ബ്ലസ്സി ഏഞ്ചലാണ്. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രോഗ്രാം നിങ്ങളെല്ലാവരും വാച്ച് ചെയ്തായിട്ട് ഒരു നിമിഷം ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന അവിടുത്തെ മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഇന്ന് ഞങ്ങൾ കേൾക്കുമ്പോൾ പ്രിയ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പിന്നെയും ഞങ്ങളുടെ വിശ്വാസം ബലപ്പെടുവാനും ഒക്കെ അവിടുന്ന് മുഖാന്തരം ഒരുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. സഹായിച്ചാട്ട്, അനുഗ്രഹിച്ചാട്ട്. ഞങ്ങളുടെ വ്യൂവേഴ്സിനെ എല്ലാം അനുഗ്രഹിക്കുന്നു. തിരുസാന്നിധ്യം കൂടിയിരിക്കണം. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. ഞാൻ ആരംഭത്തിൽ തന്നെ ഓർപ്പിച്ചതുപോലെ വ്യത്യസ്തമാകുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ഈ ഒരു പ്രത്യേക പ്രോഗ്രാമിൽ ആസാദിയുടെ പ്രേക്ഷകരുടെ മുമ്പിലെത്തുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുവാൻ കടന്നു വന്നിരിക്കുന്നത് ട്രിവാൻഡ്രത്ത് നിന്ന് പ്രിയപ്പെട്ട ഡോക്ടർ ബ്ലസ്സി ഏഞ്ചൽ, ബ്ലസ്സിമോളാണ് നമുക്ക് വേണ്ടി തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുവാൻ കടന്നു വന്നിരിക്കുന്നത്. വളരെ സ്നേഹത്തോടുകൂടെ പ്രിയ ബ്ലസ്സിമോളെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം മോളെ. ഇപ്പം സ്ക്രീനിലാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ട്രിവാൻഡ്രത്താണ് ബ്ലസ്സിമോടെ വീട് അല്ലേ? വെള്ളറട എന്ന് പറഞ്ഞ സ്ഥലത്ത്. വെള്ളറട എനിക്ക് തോന്നുന്നു എം പൗലോസ് പാസ്റ്ററുടെ ഒക്കെ നാടാണ്. ആ രീതിയിലാണ് വെള്ളറട നമ്മളൊക്കെ അറിയുന്നത്. മോടെ പപ്പായും മമ്മിയും ഒക്കെ എന്ത് ചെയ്യുന്നു? പപ്പ പാസ്റ്ററാണ്. അമ്മ ഹൗസ് വൈഫ്. ഓക്കെ. നമ്മളവിടെ ഏത് കൂട്ടായ്മയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് നിൽക്കുന്നത്? ഞങ്ങള് എന്റെ വീടിനടുത്ത് തന്നെയാണ് ചർച്ച്. JSC എന്ന് പറഞ്ഞൊരു ചർച്ചിലാണ് പോകുന്നത്. പപ്പ പൊതു ശുശ്രൂഷയായിട്ടൊക്കെയാണ് പോകുന്നത്. അതെ, എനിക്കൊന്ന് ആ ചർച്ച് ഒരു തമിഴ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ചർച്ചാണ് തോന്നുന്നു. അതെ, തമിഴ്നാട് സെന്റർ ആണ്, നാഗർകോവില്. കൃപാസനം ചർച്ചാണോ അതോ? അല്ലല്ല, പെന്തക്കോസ്റ്റ് ചർച്ചാണ്. യഹോവരക്ഷണ്യ സഭ എന്നാണ്. യഹോവരക്ഷണ്യ സഭ പണ്ടത്തെ സന്യാസിമാരുടെ കാലത്തുള്ള അതാണ്. അതെ, അതായത് പഴയ കാലത്ത് ഈ തമിഴ് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലൊക്കെ ഒത്തിരി സന്യാസിമാർ വിവാഹം കഴിക്കാത്തവർ പെന്തക്കോസ്റ്റൽ സഭകൾ തുടങ്ങിയവരുണ്ട്. ഇന്നുമുണ്ട് ഒത്തിരി, ധാരാളം പേര് എനിക്കറിയാം. ഈ കൃപാസനം ചർച്ചും പെന്തക്കോസ്റ്റൽ ചർച്ച കേട്ടോ നമ്മളെ. കൃപാസനം ചർച്ചും പെന്തക്കോസ്റ്റൽ ചർച്ചാണ്. അവരും ഇതുപോലെ സന്യാസിമാര് തുടങ്ങിയ സഭ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്, കൃപാസനത്തിലാണോ എന്ന് ചോദിച്ചത്. ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. കൃപാസനം ചർച്ചിന്റെ ഇപ്പോഴത്തെ ലീഡർഷിപ്പ് ഇരിക്കുന്ന ദേവദാസനെയൊക്കെ എനിക്ക് പരിചയപ്പെടുവാനിടയായി തീർന്നിട്ടുണ്ട്. എനിവേ, യഹോവ രക്ഷണ്യ സഭ
ദൈവത്തിൻ്റെ സ്തോത്രം. ആ ചർച്ചിനോട് ചേർന്ന് പപ്പ പൊതു ശുശ്രൂഷയിലായിരിക്കുന്നു. ആ അപ്പോൾ പ്രിയ പ്രേക്ഷകരെ, പ്രിയപ്പെട്ട ബ്ലെസിമോള് ഒരു സുവിശേഷ വേല ചെയ്യുന്ന ഒരു കുടുംബത്തിൻ്റെ ഭാഗമാണ്. നിങ്ങളെ കുഞ്ഞുങ്ങൾ എത്ര പേരുണ്ട്? 2 പേരുണ്ട്. എനിക്കൊരു സഹോദരൻ, അനിയനാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇളയതാ. ശരി. മോളെ ഒരു MBBS ഡോക്ടറാണ് അല്ലേ? അതെ അതെ. എവിടെയാ പഠിച്ചതൊക്കെ? ഞാൻ റഷ്യയിലാണ് പഠിച്ചത്. 2022 ഗ്രാജുവേഷൻ കഴിഞ്ഞു. 22 ഗ്രാജുവേഷൻ കഴിഞ്ഞു. 22 ഗ്രാജുവേഷൻ കഴിഞ്ഞു. ഇതുവരെയും ഇന്ത്യയിലെ രജിസ്ട്രേഷൻ എഴുതിയെടുത്തിട്ടില്ല. ഓക്കെ. അതിന് മുന്നേ ഇങ്ങനെ രോഗിയായതുകൊണ്ട് ആ ഒരു ഇതിൽ അങ്ങനെ പോവുകയാണ്. അതെ, നമ്മൾ ബ്ലെസിമോളെ ഇപ്പോൾ നമ്മുടെ ഈ ചാനലിലൂടെ പ്രേക്ഷകരുമായിട്ട് പരിചയപ്പെടുത്തുവാനുള്ള കാരണം അതാണ്. ബ്ലെസിമോൾ വളരെ റെയറായിട്ടുള്ള ഒരു മെഡിക്കൽ കണ്ടീഷനിലൂടെ കടന്നു പോവുകയാണ്. നിങ്ങൾ കണ്ടല്ലോ, കഴുത്തിലൊക്കെ ആ ബാൻഡേഡൊക്കെ കണ്ടല്ലോ. സ്ഥിരമായിട്ട് ഡയാലിസിസ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് പ്രിയ ബ്ലെസിമോൾ കടന്നു പോകുന്നത്. എനിക്ക് തോന്നുന്നു രോഗത്തിൻ്റെ പേര് SLE. അതെ, SLE. അതിൻ്റെ ഫുൾ ഫോം എന്താണ്? സിസ്റ്റമാറ്റിക് ലൂപ്പസ് എറിത്രോമാറ്റോസ്. അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം നമുക്കെതിരാകുകയാണ്. നമ്മുടെ തന്നെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം നമുക്ക് പ്രശ്നമുണ്ടാക്കുന്ന ഒരു അസുഖമാണ്. വളരെ റെയർ കണ്ടീഷനാണ്. ആ കാരണത്താലാണ് നമ്മുടെ കിഡ്നിയെ അത് ബാധിച്ചത് അല്ലേ? 2 കിഡ്നിയും ഫെയിലായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രിയപ്പെട്ട ബ്ലെസി നമ്മളോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുവാൻ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ബ്ലെസിമോളുടെ പപ്പ എനിക്ക് തോന്നുന്നു 1.5 വർഷമായിട്ട് ആസാദിയുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് എനിക്ക് പ്രയറിന് വേണ്ടി എനിക്ക് മെസ്സേജസ് ഇടാറുണ്ട്. 1.5 വർഷത്തിൽ കൂടുതലായി ബ്ലെസിമോളുടെ പപ്പ ആദ്യമായിട്ട് ഡേവിഡ് പാസ്റ്റർ എനിക്ക് മെസ്സേജ് ഇട്ടത്. അപ്പോൾ ആ സമയം മുതലേ ബ്ലെസിമോൾക്ക് കൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ബ്ലെസിമോൾ അവിടെ റഷ്യയിൽ പഠിക്കുമ്പോൾ തന്നെ അസുഖം ആരംഭിച്ചായിരുന്നു തോന്നുന്നല്ലേ? അതോ ഞാൻ പഠിക്കാൻ പോയിന്ന് 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അപ്പോൾ ബ്ലെസിമോൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് പപ്പ എന്നെ വിളിച്ചിട്ടുണ്ട്. 2022 മുമ്പ് എന്നെ വിളിച്ചിട്ടുണ്ട്. കാരണം അന്ന് മോൾ റഷ്യയിലാണെന്നൊക്കെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അന്നേ മോൾക്ക് അസുഖമായിരുന്നു. വളരെ പ്രാർത്ഥനയിലൂടെ കടന്നു പോവുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ നാട്ടിലേക്ക് വന്ന ശേഷം പിന്നെയും ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യണം. ആ ട്രീറ്റ്മെൻറ്റിൻ്റെ വിവരമൊക്കെ നിശ്ചയമായിട്ട് നമുക്ക് ലാസ്റ്റിൽ കേൾക്കാം. അതിനു മുമ്പ് മോളെക്കുറിച്ച് ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടി കുടുംബത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, സഭയെക്കുറിച്ച് പറഞ്ഞു, മറ്റ് ജീവിതാനുഭവങ്ങൾ കൂടെ ഒന്ന് പറയാം കേട്ടോ. മോളുടെ ഒരു സ്പിരിച്വൽ ലൈഫിനെ കുറിച്ച്, ചെറിയ പ്രായം മുതലുള്ള ജീവിതാനുഭവങ്ങളെക്കുറിച്ച് ഒക്കെ ഒന്ന് പറയാം. പറഞ്ഞ ശേഷം പിന്നീട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ തന്നെ പറയുന്നതായിരിക്കും. മോള് പറഞ്ഞാട്ട്. ദൈവത്തിന് അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ചാനലിലൂടെ എന്റെ ഒരു ചെറിയ സാക്ഷ്യം പങ്കുവയ്ക്കാൻ അവസരമൊരുക്കി തന്ന ദൈവത്തിന് ആദ്യമായി സ്തുതി സ്തോത്രം അർപ്പിക്കുകയാണ്. അതിന് മുഖാന്തരമായ പാസ്റ്ററിന്, ഫാമിലിക്കും നന്ദി അറിയിച്ചോളുന്നു. എന്റെ വീട്ടില് എനിക്ക് പപ്പ, അമ്മ, അനിയനാണുള്ളത്. പപ്പ പാസ്റ്ററാണ് ഞാൻ പറഞ്ഞതുപോലെ. പിന്നെ അമ്മ ഹൗസ് വൈഫാണ്. അനിയനുണ്ട്, അവൻ MBA പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് 26 വയസ്സുണ്ട് ഇപ്പോ. 1998 എന്റെ ജനനം. തിരുവനന്തപുരത്ത് തന്നെയാണ്. ഞാൻ ജനിക്കുന്ന സമയത്ത് എനിക്ക് എന്റെ ഹാർട്ടിന് ഒരു ഹോൾ ഉണ്ടായിരുന്നു. ആ സമയം എന്റെ ഫാമിലി, പപ്പ മാത്രമാണ് രക്ഷിക്കപ്പെട്ട് ഇതിലോട്ട് വന്നിട്ടുള്ളത്. എന്നാലും CSI ചർച്ചിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ. പപ്പയ്ക്ക് ഒരു ബ്ലഡ് ക്യാൻസർ എന്ന രോഗം ആദ്യം കടന്നു വരികയുണ്ടായിരുന്നു. അതിലൂടെയാണ് പപ്പ ഈ രക്ഷയുടെ ഭാഗത്തേക്ക് വരുന്നത്. ആശുപത്രിയിൽ നിന്നൊക്കെ തിരിച്ചുവിട്ടതിന് ശേഷം പപ്പയ്ക്ക് ഈ പ്രാർത്ഥനയിലൂടെയാണ് ദൈവം സുഖം കൊടുത്തത്. അപ്പൊ അങ്ങനെയാണ് പപ്പ ഈ രക്ഷയിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ അന്ന് എനിക്ക് ഹോൾ ഉണ്ടായിരുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാവരും ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞു, പിന്നെ ഒരു 5 വയസ്സൊക്കെ കഴിയുമ്പോൾ സർജറി ചെയ്യേണ്ടി വരും, അതുവരെയും മെഡിസിൻ എടുക്കണം. ഞാൻ കരയുമ്പോഴേക്കും വിസിൽ ഊതുന്ന ശബ്ദമായിരുന്നു എന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ അവര് അമ്മയും പപ്പയും അതിയായി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം എക്സ്റേ എടുക്കാൻ, അങ്ങനെ സ്കാൻ എടുക്കാൻ ഇങ്ങനെ പോയിട്ട് ഹോസ്പിറ്റലിൽ കടന്ന് ചെല്ലുമ്പോഴത്തേക്കും ആ സ്കാനിങ്ങില് ഹോൾ ഇല്ലായിരുന്നു. അവർ മാറി മാറി 3 സ്കാൻ എടുത്ത് നോക്കിയിട്ടും ഹോൾ ഇല്ലായിരുന്നു. അതിന്റെ തലേക്ക് ദിവസം വീട്ടിൽ തന്നെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥനയിൽ ഒരു ആന്റി ഒരു ദൂത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വലിയൊരു പ്രകാശം വന്ന് എന്റെ നെഞ്ചില് ഇങ്ങനെ വന്ന് മൂടുന്നതായിട്ടും അതുകൊണ്ട് പൂർണ്ണ സൗഖ്യം ലഭിക്കുമെന്നാണ് ആന്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ വിശ്വസിച്ച് ഉറച്ച് അവരുടെ പ്രാർത്ഥന കഴിഞ്ഞ് അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ കടന്ന് ചെല്ലുമ്പോഴത്തേക്കും ഈ ഹോൾ കാണുന്നുണ്ടില്ലായിരുന്നു. അങ്ങനെ കൂടുതലായിട്ട് വിശ്വാസത്തിൽ കുടുംബം, അച്ഛനും അമ്മയും ഇതിലോട്ട് വിശ്വാസത്തിൽ വരാൻ അതിന് ഒരു മുഖാന്തരമായി. അത് കഴിഞ്ഞ് കുറെ നാൾക്ക് ശേഷം CSI നിന്ന് മാറി ഞങ്ങളുടെ അടുത്തുള്ള ഒരു പെന്തക്കോസ്ത് ചർച്ചിലോട്ട്
ഫാമിലി ആയിട്ട് കടന്നു പോകാൻ തുടങ്ങി. അന്നേരം അമ്മയും അങ്ങനെ പൂർണ്ണമായിട്ട് രക്ഷയുടെ ഭാഗത്തിൽ വന്നിട്ടില്ല. സി എയുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്. കുറെ നാൾക്ക് ശേഷമാണ് അമ്മയ്ക്കും ദർശനവും വെളിപ്പാടൊക്കെ ഉണ്ടായതിനു ശേഷം മാത്രമാണ് അമ്മയും ഈ രക്ഷയുടെ ഭാഗത്തിലേക്ക് കടന്നു വരുന്നത്. പിന്നെ ഞങ്ങളും പൂർണ്ണമായിട്ട് ആഭരണങ്ങളും ഒക്കെ മാറ്റി ചർച്ചില് CSI നിന്ന് മാറി പെന്തക്കോസ്തിലോട്ട് പോകാൻ തുടങ്ങിയത്. 2016 ഞാൻ സ്നാനം എടുക്കുന്നത്. ഞാൻ 10th പഠിക്കുമ്പോൾ ആണ് ഞാൻ സ്നാനം എടുക്കുന്നത്. അങ്ങനെ ദൈവഭാഗത്തെ പ്രാർത്ഥനയും പിന്നെ പപ്പയ്ക്ക് ചർച്ച് വർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ചർച്ച് വർക്ക് അങ്ങനെ പോവുകയും എല്ലാമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ടൈം ഒന്നും ശാരീരികമായിട്ട് ഒരു പ്രശ്നങ്ങളോ അങ്ങനെ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ അനുഗ്രഹമായിട്ട് തന്നെ പോയിരുന്നു. പിന്നെ എനിക്ക് MBBS പഠിക്കണമെന്ന് കുഞ്ഞിലെ മുതലേ നല്ലൊരു ആഗ്രഹമായിരുന്നു. അപ്പൊ എന്നാൽ അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു വഴിയൊന്നും ഞങ്ങളുടെ കുടുംബത്തിന് അങ്ങനെ ഇല്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്റെ ആഗ്രഹം അങ്ങനെ ആയിരുന്നത് കൊണ്ട് പപ്പ അതിനായിട്ട് കുറച്ച് എഡ്യൂക്കേഷൻ ലോണും മറ്റു ലോണുകളൊക്കെ എടുത്ത് എന്നെ പഠിക്കണം, എന്റെ ആഗ്രഹം നിവർത്തീകരിക്കാൻ വേണ്ടിയിട്ട് പപ്പ എന്നെ റഷ്യയിൽ വിടാൻ തീരുമാനിച്ചു. അങ്ങനെ 2016 ഒക്ടോബർ മാസത്ത് ഞാൻ റഷ്യയിൽ കടന്നു പോവുകയാണ്. റഷ്യയിൽ വളരെ സന്തോഷത്തോടെയാണ് കടന്നു പോയത്. കാരണം എനിക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. പണ്ട് മുതലേ പപ്പയ്ക്ക് ഒത്തിരി ഈ ചാരിറ്റി ആയിട്ട് മറ്റുള്ളവരെ സഹായിക്കാനായാലും ഒത്തിരി ദൈവമക്കളെ സഹായിക്കാൻ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പപ്പയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾക്ക് അങ്ങനെ വലിയ സഹായങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എങ്കിലും ചെറിയ രീതിയിലൊക്കെ ഞങ്ങൾ അങ്ങനെ ചെയ്തു പോവുമായിരുന്നു. അപ്പൊ എനിക്കൊരാഗ്രഹമുണ്ട്, ഞാൻ പഠിച്ച് ഡോക്ടർ ആയതിനു ശേഷം എന്റെ അച്ഛനും പപ്പയും അമ്മയും കൂടെ കൈത്താങ്ങിട്ട് അവർക്ക് ഈ മേഖലയിലൊക്കെ സഹായിക്കാനും അങ്ങനെ ഒരു കൈത്താങ്ങാകണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അവിടെ കടന്നുപോയി ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യമായിട്ട് ഞങ്ങൾ കോളേജിൽ നിന്ന് കടന്നു വരുമ്പോൾ ഒന്ന് മഞ്ഞില് തെന്നി വീണു ഒരു ദിവസം. ആ വീഴ്ചയില് അടുത്ത് വീണ് ഏച്ച് ഹോസ്റ്റലിൽ കടന്നു വന്നു. വേറെ ബുദ്ധിമുട്ടൊന്നും അങ്ങനെ എനിക്ക് തോന്നിയില്ല. എന്നാൽ അടുത്ത നാൾ തൊട്ട് ശരീരത്ത് ഫുള്ളായിട്ട് നീര് വരാൻ തുടങ്ങി. ഇത് എന്താണെന്നൊന്നും ഒരു പിടിയൊന്നും ഇല്ലായിരുന്നു. ഹോസ്പിറ്റലിൽ കടന്നുപോയി. അവിടെ പോയി ചെക്കപ്പ് ചെയ്തപ്പോ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചു വന്നു. ക്ലാസ്സിൽ കടന്നു പോയിക്കൊണ്ടിരുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം പെട്ടെന്ന് തന്നെ ഛർദിൽ തുടങ്ങി. ഹോസ്പിറ്റലിൽ കടന്നു ബോധമൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് ബോധമൊക്കെ പോയി. ഹോസ്പിറ്റലിൽ കടന്നുപോയി. അവരെ ഡയഗ്നോസ് ചെയ്തപ്പോൾ പറയാണ് അബ്ഡോമിനില് ഫ്ലൂയിഡ് ഉണ്ട്, പെട്ടെന്ന് ഒരു കീഹോൾ സർജറി ചെയ്യണം, ഇല്ലയില് ബുദ്ധിമുട്ടാണെന്ന് പറയും. അപ്പോ അവിടെയാണെങ്കിൽ പപ്പയില്ല അമ്മയില്ല, എന്ത് ചെയ്യണമെന്ന് ആകെ കൺഫ്യൂഷൻ ആയിരുന്നു. തിരിച്ച് വീട്ടിൽ വരണമെന്ന് വെച്ചാലും ഇത്രയും ദൂരം പെട്ടെന്ന് ഈ ഒരു കണ്ടീഷനിൽ വരാൻ കഴിയത്തില്ല. ആകെ തളർന്നൊരവസ്ഥയായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ സീനിയർ കുറച്ച് പേര്, ഞങ്ങളുടെ ഫ്രണ്ട്സ്, എന്റെ കൂടെ ഉള്ളതൊരു എന്റെ ഫ്രണ്ട് അൻസ എന്ന് പറയും, റൂംമേറ്റ്. അവള് പെന്തക്കോസ്താണ്. അവൾ ആത്മീയമായി അത്രയും നല്ല കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരും, എന്നെ ധൈര്യപ്പെടുത്തുകയൊക്കെ ചെയ്യുമായിരുന്നു. അവളും എല്ലാവരും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തു. പെട്ടെന്ന് തന്നെ അവിടെ സർജറി ചെയ്യാനുള്ള വഴികളൊക്കെ അവിടെ ഒരുക്കി. അന്ന് സർജറി ചെയ്തു, ഫ്ലൂയിഡ് മാറ്റി. എന്നാലും ശരീരത്തിൽ നിന്ന് നീരൊന്നും മാറാതെ അങ്ങനെ ഇരുന്നു. ഏകദേശം 3 മാസത്തോളം അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു ഞാൻ. വളരെ ഭാരത്തോടെ അഡ്മിറ്റ് ആയിരുന്നു. ആ സമയമെല്ലാം ഒത്തിരി ഇടങ്ങളിൽ പ്രാർത്ഥനയും എനിക്ക് വേണ്ടി ഒത്തിരി ആരാധനകളും ഉപവാസ പ്രാർത്ഥനകളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആ സമയം ജീവനൊന്നും പെട്ടെന്ന് ആ സമയം ഓപ്പറേഷൻ ചെയ്തതിന് മരിച്ചു പോകുന്നുള്ള ഒരു കണ്ടീഷൻ ആയിരുന്നു എന്റെ കണ്ടീഷൻ. എന്നാ ഒരു ജീവനൊരു അപകടമൊന്നും പറ്റാത്ത രീതിയിൽ ദൈവം എന്നെ സുഖമാക്കി ആ ടൈം. എന്ന് ഇങ്ങനെ ഡയഗ്നോസ് ചെയ്തിട്ട് ഇരുന്നപ്പോ ഇങ്ങനെ SLE എന്നുള്ള ഒരു അസുഖമാണ്. ഞാൻ ഈ അസുഖത്തെ പറ്റി അങ്ങനെ കേട്ടിട്ടൊന്നുമില്ല. ഇത് എന്താണെന്നോ ഒന്നും അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം അവിടുത്തെ ഭാഷ അറിയത്തില്ല. റഷ്യൻ ഭാഷയില ഡോക്ടേഴ്സ് എല്ലാം ഞങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഞങ്ങള് പോയി 3 മാസേ ആയിട്ടുള്ളൂ. അപ്പൊ ഭാഷ ആയിട്ട് നല്ല പൊരുത്തവും ഇല്ല. അങ്ങനെ ഡോക്ടർ എന്ത് പറയുന്നു അതിനെല്ലാത്തിനും ഞങ്ങള് തലയായിട്ട് കൊടുക്കുക എന്നുള്ള ലെവലായിരുന്നു ആ സമയം. അപ്പൊ ആ ടൈം ഇങ്ങനെ SLE എന്ന് ഇങ്ങനെ പറഞ്ഞു, അതിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യണം അങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ 3 മാസം ട്രീറ്റ്മെന്റ് എടുത്തു, മെഡിസിൻ എടുത്തു. ഹോസ്പിറ്റലിലൊക്കെ വന്നതിന് ശേഷം നാട്ടില് എല്ലാ വർഷവും വരുമ്പോഴും ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജില് ട്രീറ്റ്മെന്റ് എടുക്കുമായിരുന്നു. അവിടെ നെഫ്രോ ഡിപ്പാർട്ട്മെന്റിൽ പോയി. അപ്പോഴാണ് അതിന്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ അറിയുന്നത്. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണെന്നും ഇതൊരു വാത അസുഖം പോലെയാണ്. പക്ഷെ ഇത് ഒരു
നമ്മുടെ ഒരു ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഓർഗൻ അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കാർന്ന് കുറേശ്ശെ അത് കാർന്ന് നശിപ്പിച്ചിരിക്കും. അങ്ങനത്തെ ഒരു ലെവൽ ആണ് ഈ അസുഖം എന്നിങ്ങനെ അറിയാൻ കഴിഞ്ഞു. ആ ടൈമില് കിഡ്നി ചെറുതായിട്ട് അഫക്ട് ചെയ്തു, പ്രോട്ടീൻ ലീക്ക് ഉണ്ടായിരുന്നെങ്കിലും വളരെ കാര്യമായ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. എങ്കിലും പഠിത്തത്തിന്റെ ഇടയിൽ കൂടി രോഗം കൂടെ ആയപ്പോ ആദ്യം മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ആദ്യം കടന്നു വന്നു. എങ്കിലും ഓരോ പ്രാവശ്യവും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും ദൈവത്തോട്, ദൈവമേ എനിക്ക് എന്താണ് ഈ കഷ്ടം ഇങ്ങനെ വന്ന ഈ ചെറുപ്രായത്തിൽ ഇങ്ങനെ വന്നല്ലോ എന്നൊക്കെ ദൈവത്തോട് ഞാൻ ആ സമയമെല്ലാം എന്നെ ബലപ്പെടുത്തുന്ന ഒരു വാക്യമുണ്ട്. ഇരമ്യാവ് 29:11 അതിലുള്ള വാക്യമുണ്ട്. നമുക്ക് ശുഭഭാവി വരുവാൻ നമ്മൾ നിരൂപിക്കുന്ന ദിനവുകൾ ഇങ്ങനവേ എന്ന് അറിയുന്നു, അത് തിന്മയ്ക്കായിട്ടല്ല നന്മയ്ക്കായിട്ടത്രേ എന്ന് ഒരു വാക്യമുണ്ട്. അത് എനിക്ക് 2-3 പ്രാവശ്യം എനിക്ക് അതൊരു വാർത്ത പോലെ എനിക്കത് കിട്ടുമായിരുന്നു. അപ്പോ എന്തായാലും വന്നിരിക്കുന്ന കഷ്ടം അത് എനിക്ക് തിന്മയ്ക്കല്ല നന്മയ്ക്കായിട്ടത്രേ എന്നുള്ള ഇതില് ഞാനത് ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ഈ രോഗം എന്നെ അങ്ങനെ തളർത്തിയിട്ടില്ല. എല്ലാ പ്രാവശ്യം ചില ക്ലാസ്സുകളൊക്കെ മുടങ്ങിയിട്ടുണ്ടെങ്കിലും പരീക്ഷകൾക്ക് ചില ഇതില് അങ്ങനെ ഫെയിലാകുന്ന രീതിയിൽ പോയിട്ടില്ല. പക്ഷെ അറ്റൻഡൻസ് ഒക്കെ കാരണം ചില ക്ലാസ്സുകൾ മുടങ്ങിയത് കാരണം ചില പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അത് ഒരു കുഴപ്പവും ഇല്ലാതെ തന്നെ ദൈവം എന്നെ അവിടെ എല്ലാം കരകയറാൻ സഹായിച്ചിട്ടുണ്ട്. ഇതിന് പിന്നില് എനിക്ക് വേണ്ടി ഒത്തിരി പേര് ഇതുവരെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ യാതൊരു കുഴപ്പവും ഇല്ലാതെ 2022 ഞാൻ MBBS ഗ്രാജുവേഷനായി നാട്ടിൽ കടന്നു വന്ന് കുറച്ചു നാൾ കഴിഞ്ഞ് ഇവിടുത്തെ ഞങ്ങൾക്ക് FMG എന്നുള്ള എക്സാം എഴുതി പാസ്സായാൽ മാത്രമേ ഞങ്ങളുടെ ഇന്ത്യയിൽ ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു ചെറിയ കോഴ്സ് ഉണ്ട്, അതിന് അറ്റൻഡ് ചെയ്യണം എന്നുള്ള ഇതിലെ ചിന്തയില് ഇവിടെ ഒരു ചെറിയ കോഴ്സിന് കയറി. എന്നാൽ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് അസുഖം മൂർച്ഛിച്ചതുപോലെ എനിക്ക് SLE എന്നുള്ള രോഗം, ആ വൈറസ് ആക്റ്റീവ് ആവുകയും പെട്ടെന്ന് ഫിക്സ് വന്ന് ബോധം കെട്ട് വീഴുകയും ചെയ്തു. അങ്ങനെ അതേ തുടർന്ന് ഇവിടെ DC ഹോസ്പിറ്റൽ എറണാകുളത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അവിടെ വന്നപ്പോൾ അവർ പറഞ്ഞു 2 കിഡ്നി അത് ഫെയിലിയർ ആണ്. ഓൾറെഡി ബയോപ്സി ഞാൻ 2022 ചെയ്തു. ആ സമയം ഏകദേശം 60% കിഡ്നി ഫെയിലിയർ ആയിരുന്നു. എന്നാലും ഞാൻ ഡയറ്റും കാര്യങ്ങളും കൺട്രോൾ ചെയ്തും ഒരു ഏകദേശം പിടിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പൊ വന്നപ്പോഴത്തേക്ക് കിഡ്നി ഫെയിലിയർ ആണ്, എമർജൻസി ആയിട്ട് ഡയാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞു. 1 ആഴ്ചയോളം ഓർമ്മയില്ലാതെ ഞാൻ ഹോസ്പിറ്റലിൽ ICUലായിരുന്നു. അങ്ങനെ എമർജൻസി ആയിട്ട് ഡയാലിസിസ് ചെയ്തു. ഇപ്പോഴും ഡയാലിസിസ് ചെയ്യാണ്. ഏകദേശം 21 ഡയാലിസിസ് വരെ ആയി. ഫിസ്റ്റുല ഇടാനുള്ള ഇതൊന്നുമില്ല. 7 വർഷം കൊണ്ട് സ്റ്റെറോയിഡ്സുകൾ എടുത്തിട്ടും പിന്നെ ഈ വെയിനിൽ കുത്തി ഇഞ്ചക്ഷനൊക്കെ ഒത്തിരി എടുത്തത് കാരണം വെയിനൊക്കെ പഞ്ചറായി തിന്നായിട്ട് ത്രോംബോസിസ് പോലെ വന്നിട്ട് കയ്യിൽ ഫിസ്റ്റുല ഇടാനൊന്നും പറ്റുന്നില്ല. 2 അവര് സർജറി ട്രൈ ചെയ്തെങ്കിലും ആ ഫിസ്റ്റുല അത് ഫെയിലിയർ ആയി. അപ്പൊ ഈ കഴുത്തിൽ ഈ കത്തീറ്റർ വഴി ഇട്ടിരിക്കുന്നതും ഒത്തിരി നാള് നമുക്ക് അതുവഴി ഡയാലിസിസ് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ ഡോക്ടേഴ്സ് എത്രയും വേഗം ഡയാലിസിസ് ചെയ്യണമെന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ പത്രപരസ്യം ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഡോണർ ഒരാള് ഞങ്ങളുടെ അവിടുത്തെ പഞ്ചായത്തിലെ ഒരു മെമ്പർ അദ്ദേഹം സ്വയമേ തന്നെ ഫ്രീ ആയിട്ട് കിഡ്നി അദ്ദേഹത്തിന്റെ കിഡ്നി എനിക്ക് തരാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ കിഡ്നി ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിലൂടെ എനിക്ക് മാച്ച് ആയിട്ടില്ല. ഇനി ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് എനിക്കറിയില്ല. എനിക്കൊരു പൂർണ്ണ വിശ്വാസമുണ്ട് ദൈവം എനിക്ക് ഒരു സർജറി കൂടാതെ തന്നെ എനിക്ക് സുഖം തരും എന്ന് ഞാൻ വിശ്വസിച്ച് തന്നെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ പദ്ധതി എന്താണോ അത് നടക്കുവാൻ എല്ലാവരും എനിക്കൊരു പ്രാർത്ഥിക്കണം. ഒപ്പം ഇതുപോലെ ചെറിയ ഇങ്ങനെ ഞങ്ങൾ സാമ്പത്തികമായിട്ട് നന്മയ്ക്ക് ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. അപ്പം സർജറി ചെയ്യണമെന്ന് ഡോക്ടർ പറയുന്നത് കാരണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സഹായത്തിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നോട് എല്ലാവരും എന്നെയും സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഞാൻ പറഞ്ഞത് പപ്പ ഒരു ബ്ലഡ് ക്യാൻസറിന്റെ അവസ്ഥയിൽ നിന്നും ഹീലിംഗ് ഒക്കെ പ്രാപിച്ച വിശ്വാസത്തിൽ വന്നത് അല്ലേ? മോടെ ചെറിയ പ്രായത്തിലും ഒരു ഹീലിംഗ് മുഖതറിയത്തില്ലെങ്കിൽ പോലും കർത്താവ് കൽപ്പിച്ചേക്കാനിടയായി തീർന്നു. അതെ, ഇന്നും ഡോക്ടർ ഇവിടെ വന്നപ്പോൾ ഒരു മിറക്കിൾ എന്നാണ് എന്നെ പറഞ്ഞത്. കാരണം മറ്റൊരു കിഡ്നി രോഗികളിൽ കാണുന്ന നോർമൽ സിംറ്റംസ് ഒന്നും എന്റേൽ കാണുന്നില്ല. മാത്രമല്ല എന്നെ പുറമെ കാണുമ്പോഴേ ഞാൻ നല്ല നന്നായിട്ട് നടക്കുകയില്ല കാര്യം ചെയ്തു. അപ്പൊ ഡോക്ടർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, ബ്ലസ്സി ഒരു മിറക്കിളാണ്, എന്താന്ന് തന്നെ ഞങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന പല സിംറ്റംസും ബ്ലസ്സിയുടെ കയ്യിൽ ഇത്രയും ഈ കണ്ടീഷൻ ആയിട്ടും കാണുന്നില്ല എന്നാണ് എന്നെ പറഞ്ഞതുകൊണ്ട് ദൈവം ഉറപ്പായും എനിക്ക് ഒരു സൗഖ്യം തരുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് വിശ്വസിക്കാം. നമ്മൾ അസാധ്യ പ്രേക്ഷകരോടെല്ലാം എനിക്ക് പറയാനുള്ളത്,
ഈ പ്രിയപ്പെട്ട ബ്ലസിമോയുടെ ജീവിതത്തിൽ ഒരു വലിയ മിറക്കിൾ സംഭവിക്കാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനൊരു പ്രോഗ്രാം നമ്മുടെ ചാനലിൽ സാധാരണയുള്ള സാക്ഷ്യ പ്രോഗ്രാം പോലെയല്ല. ഇങ്ങനെ വ്യത്യസ്തതയുള്ളൊരു പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം, പലരും അവരുടെ സങ്കടങ്ങൾ പറയുമ്പോൾ, അവരുടെ രോഗവിവരങ്ങൾ പറയുമ്പോൾ ദൈവമക്കളുടെ കൂട്ടായ പ്രാർത്ഥന, അങ്ങനെയുള്ള കൂട്ടായ്മ അവർക്ക് വിടുതലിന് കാരണമായി തീരുമെന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ്. നിങ്ങളെല്ലാവരും ബ്ലസിമോളെ അവളുടെ രോഗത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. വരുന്ന ദിവസങ്ങളിൽ ഒരു പൂർണ്ണ സൗഖ്യത്തോടെ പ്രിയ മകൾ വന്ന് നമുക്ക് സാക്ഷ്യം പറയത്തക്കൊണ്ട് കർത്താവ് ഒരു മുഖാന്തരം ഒരുക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. വലിയ ആഗ്രഹങ്ങളോട് കൂടിയാണ് റഷ്യയിൽ പോയി MBBS ഒക്കെ പഠിച്ചത്. പപ്പാടെയൊക്കെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു ചാരിറ്റിയൊക്കെ ചെയ്യണം, മറ്റുള്ളവർക്ക് സഹായമാകണം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നല്ല ഡോക്ടേഴ്സ് ഉണ്ടാകണം. ഈ കാലത്ത് പലപ്പോഴും ആളുകൾക്ക് രോഗമുണ്ടെങ്കിലും ആശുപത്രി പോകാത്തതിന് കാരണം ഭയം കൊണ്ടാണ്. ആശുപത്രി പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വലിയ ബില്ല്, വിശ്വസിക്കാൻ പറ്റുമോ, ശരിയായ രോഗത്തിനാണോ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നത്, ഇല്ലാത്ത രോഗത്തിനും ട്രീറ്റ് ചെയ്യുമോ എന്നൊക്കെയുള്ള ഒത്തിരി ആശങ്കകൾ കൊണ്ടാണ് പലരും ഈ രോഗം വന്നാൽ അതും കൊണ്ടങ്ങ് വെച്ചുകൊണ്ടങ്ങ് നടക്കുന്നത്. അതെന്നെ ഒത്തിരി സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ ഡോക്ടറാകണം എന്നൊക്കെ പറയുന്ന കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, നിങ്ങൾ നല്ല ഡോക്ടറാകണം, സമൂഹത്തിന് സേവനം ചെയ്യുന്ന, പണം ഇന്ന് വരും പോകും, നല്ല വിശ്വസിച്ച് വന്നു കയറി ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഡോക്ടേഴ്സ് ആകണം എന്നൊക്കെ പറയാറുണ്ട്. ഒത്തിരി മിഷണറി ഡോക്ടർമാരുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുക, ബ്ലസിമോക്ക് നല്ല സൗഖ്യമൊക്കെ നൽകി ഇന്ത്യയിലെ അനേകർക്ക് ആശ്വാസമാകുന്ന നല്ലൊരു മിഷണറി ഡോക്ടറായിട്ട് മാറാനൊക്കെ ദൈവം കൃപ തരട്ടെ. മക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും ദൈവം നമ്മളെ രൂപപ്പെടുത്തുകയാണ്. അമ്മയുടെ ഗർഭം മുതലേ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിലേ വഴിയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോകാനല്ലല്ലോ. വചനം പറയുന്ന വഴിയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പുത്രനെ ചുംബിപ്പീൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രനെ ചുംബിക്കുന്നവരാരും നഷ്ടപ്പെട്ടു പോകത്തില്ല. അതുകൊണ്ട് മോളും കർത്താവിനെ ഒത്തിരി സ്നേഹിക്കുന്നു. ആ സ്നേഹം കണ്ടിന്യൂ ചെയ്യുക. യേശു നിന്നെ ഒരു വലിയ അത്ഭുതമാക്കി മാറ്റും. ആസാദിയിലൂടെയും മറ്റനേക ചാനലിലൂടെ കൂടെ നിൻ്റെ സാക്ഷ്യം പറയാനൊക്കെ കർത്താവ് മുഖാന്തരം ഒരുക്കും എന്ന് പ്രാർത്ഥിക്കുക. അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എറണാകുളത്താണ് താമസിക്കുന്നത് അല്ലേ? കാരണം ചികിത്സയോടുള്ള ബന്ധത്തിൽ അവിടെ സ്റ്റേ ചെയ്യുക. ട്രിവാൻഡ്രത്തല്ല ഇപ്പോൾ താമസിക്കുന്നത്. ഇത് വീട് നമ്മള് ഞാനും അമ്മയും ഇവിടെ എറണാകുളത്താണ്. ഞാൻ പപ്പായോട് സംസാരിച്ചിരുന്നു. ഇത് ഒരു ഫ്ലാറ്റ് റെന്റിന് എടുത്തിരിക്കുകയാണ്. ഓക്കെ, ഫ്ലാറ്റ് റെന്റിനടുത്ത് അവിടെ താമസിക്കുന്നു, ചികിത്സയോടുള്ള ബന്ധത്തിൽ. കാരണം ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളം വരെ എപ്പോഴും ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. ഡയാലിസിസ് എങ്ങനെ, ആഴ്ചയിലാണോ, എങ്ങനെ? അത് ആഴ്ചയിൽ 2 ദിവസം ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. ബുധനും ശനിയുമാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ചെയ്ത് കഴിയുമ്പോൾ ചില ശാരീരികമായി നല്ല ബുദ്ധിമുട്ട്, ഛർദിലൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോ വീട്ടിലാണെങ്കിൽ അത്രയും ദൂരത്തെ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ നല്ല ദൂരം. ആ ഒരു ഇതിൽ വെച്ചിട്ടാണ് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചത്. എനിക്കത് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ഈ റെക്കോർഡിങ് ചെയ്യാനിരുന്നതാണ്. പക്ഷേ പെട്ടെന്ന് ബ്ലസിമോക്ക് ഛർദിലൊക്കെ ആയി, ശരീരത്തിന് ക്ഷീണമായതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് പിന്നെ ലേറ്റ് ആയത്. ദൈവം ബലപ്പെടുത്തിട്ട്. നിങ്ങളുടെ പഞ്ചായത്തിലുള്ള പഞ്ചായത്ത് മെമ്പറോ കിഡ്നി തരാന്ന് പറഞ്ഞത്? അടുത്തുള്ള പഞ്ചായത്ത്, തമിഴ്നാട്ടിലുള്ള ഒരു പഞ്ചായത്തിന്റെ മെമ്പറാണ്, മാങ്കോട് പഞ്ചായത്തിന്റെ മെമ്പറാണ് തരാമെന്ന് പറഞ്ഞു വന്നത്. ഓക്കെ, പക്ഷെ അത് കിഡ്നി മാച്ച് ആയില്ല. ഇല്ല, മാച്ച് ആയില്ല. അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് തന്നെയാണ് ഡോക്ടർ പറയുന്നത്. ഡോക്ടർ പറയുന്നത് തന്നെയാണ്. കാരണം ഫിസ്റ്റുല വെച്ച് നമുക്ക് ഒത്തിരി നാൾ ഇതുവഴി ഡയാലിസ് ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ്. പിന്നെ SLE ഇരിക്കുന്നത് കൊണ്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്നുള്ളതിൽ പറയുന്നുണ്ട്. SLE പോലുള്ള മെഡിക്കൽ കണ്ടീഷൻസ് പ്രാർത്ഥനയിലൂടെ മാത്രം സൗഖ്യമാകുന്നത്. അതും പ്രഷറോട് മെഡിസിനിൽ അതിനൊരു മരുന്നില്ല. പക്ഷേ ആസാദി ചാനലിലൂടെ എനിക്ക് തോന്നുന്നു 3-4 പേര് വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. SLE സൗഖ്യമായ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. കേട്ടിരുന്നു. ആസാദിയിലൂടെ 2-3 സാക്ഷ്യങ്ങൾ വന്നിട്ടുണ്ട്. ദൈവം മോളെ സൗഖ്യമാക്കും. എല്ലാവരും പ്രാർത്ഥിക്കും. SLE കംപ്ലീറ്റ് ആയിട്ട് ഹീലായി, കംപ്ലീറ്റ് ഹീലിങ്ങോടുകൂടെ മക്കളെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിൽക്കാനൊക്കെ ഇടിയായിത്തീർന്നെന്ന് ഞങ്ങളെല്ലാവരും നിശ്ചയമായിട്ടും പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഞാൻ ഇങ്ങനൊരു പ്രോഗ്രാം മോളെ വിളിക്കാൻ ഒരു കാരണം, ഞാൻ പറഞ്ഞല്ലോ 2 വർഷത്തിലധികം 2022 മോൾ റഷ്യയിൽ പഠിക്കുമ്പോൾ തന്നെ പപ്പ പലപ്പോഴും പ്രയർ റിക്വസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. മോളിങ്ങനെ രോഗിയായിരിക്കുന്നു, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ
മാതൃഭൂമിയിലാണോ മീഡിയ വണ്ണിലാണോ ഒരു ചെറിയ വീഡിയോ ഞാൻ കണ്ടിരുന്നു, ഏതോ ഒരു സെക്കുലർ മാധ്യമത്തിൽ. ഏതിനകത്തായിരുന്നു? മാതൃഭൂമിയായിരുന്നോ? മാതൃഭൂമിയിലും മനോരമയിലും ഏഷ്യാനെറ്റിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. മാതൃഭൂമിയിലാണ് ഞാൻ കണ്ടത്. മാതൃഭൂമി ഞാനൊരു ചെറിയ ക്ലിപ്പ് കണ്ടു. MBBS ഡോക്ടർ ഇതുപോലെ ചികിത്സയിലായിരിക്കുന്നു, സഹായം തേടുന്നു എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി, ഇത് ഡേവിഡ് പാസ്റ്ററുടെ മോളാണല്ലോ. എനിക്ക് ആ പണ്ട് പറഞ്ഞ ഓർമ്മയിൽ നിന്ന് തോന്നി. ഞാൻ ആ പപ്പായ്ക്ക് അത് സംബന്ധിച്ച് സംസാരിച്ചു. അപ്പോൾ എനിക്ക് തോന്നി, നമ്മുടെ ചാനലിൽ ഇന്ന് വരെ നമ്മൾ ഇങ്ങനൊരു പ്രോഗ്രാം ചെയ്തിട്ടില്ല കേട്ടോ മക്കളെ. നമ്മൾ ഇന്ന് വരെ ഒരാൾ സൗഖ്യമായി കഴിഞ്ഞുള്ള സാക്ഷ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ ഭാരം തോന്നി. അനേക ദൈവമക്കൾ കഷ്ടപ്പെടുമ്പോൾ നിങ്ങളെപ്പോലെ പ്രാർത്ഥന ആവശ്യമുള്ളവരെ എന്തുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് മുമ്പിൽ കൊണ്ടെത്തിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥന അപേക്ഷിച്ചുകൂടാ? പ്രാർത്ഥന മാത്രമല്ല, നമ്മൾ ഈ പ്രോഗ്രാമിന് കൂട്ടായ്മ എന്ന് പേര് കൊടുക്കാൻ കാരണം അപ്പോസ്തലനായ പൗലോസ് പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പദമാണ് കൂട്ടായ്മ. കൂട്ടായ്മയുടെ വലങ്കരം തന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തോട് കൂട്ടായ്മ കാണിച്ച ദൈവസഭകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ മെൻഷൻ 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായത്തിൽ പൗലോസ് സാമ്പത്തിക വിഷയങ്ങളിലുള്ള കൂട്ടായ്മയെക്കുറിച്ച് പറയുന്നു. അപ്പോൾ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ, ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നിച്ചൊരു സഭയിൽ ആരാധിക്കുക എന്നത് മാത്രമല്ല. ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് മാത്രമല്ല. ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ ദൈവസഭയിൽ ആരെങ്കിലും ഭൗതികമായി ഞരങ്ങുമ്പോൾ അവർക്ക് നേരെ നീട്ടുന്ന നമ്മുടെ കൂട്ടായ്മയുടെ വലങ്കരം, സപ്പോർട്ട്, അതും കൂട്ടായ്മയുടെ ഭാഗമാണ്. അപ്പോൾ ഈ പ്രോഗ്രാം കാണുന്നവർ ബ്ലെസ്സിമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവളോട് കൂട്ടായ്മ കാണിക്കണം. കാരണം വലിയൊരു തുക അവർക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഒക്കെ ചിലവാകേണ്ടത് ആവശ്യമാണ്. കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം പറയേണ്ടത് ആവശ്യമാണ്. ഞാൻ ഡേവിഡ് പാസ്റ്ററോട് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഈ മകളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി റഷ്യയിൽ പഠിക്കുവാൻ വലിയൊരു തുക ചിലവായി. അത് ഉണ്ടായിരുന്ന പ്രോപ്പർട്ടിയൊക്കെ ബാങ്കിൽ ലോൺ വെച്ചിട്ടാണ് അങ്ങനെ പഠിക്കാൻ വേണ്ടി അയച്ചത്. പഠിത്തം കഴിഞ്ഞ് മകൾ തിരിച്ചു വന്നു. അവൾക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആ ഒരു ഭാരിച്ച ലോൺ ഒരു സൈഡിൽ തന്നെ ഉള്ളപ്പോഴാണ് ഇങ്ങനൊരു വലിയ ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോകേണ്ട അവസ്ഥ വന്നിരിക്കുന്നത്. കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു കുടുംബമാണ്. അതുകൊണ്ട് ദൈവമക്കളെല്ലാവരും ഈ കുടുംബത്തെ പ്രാർത്ഥനയിൽ ഓർക്കണം. കൂട്ടായ്മയുടെ വലങ്കരം നീട്ടണമെന്ന് ഞാൻ നമ്മുടെ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ്. ഏഷ്യാനെറ്റും മനോരമയും മാതൃഭൂമിയും ഒക്കെ ചെയ്തെങ്കിൽ നമ്മളിൽ ഒരാളാകുന്ന ബ്ലെസ്സിമോളെ നമ്മൾ ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ വിഷയത്തെ പ്രാർത്ഥനയ്ക്കായി വെക്കുകയാണ്. സാധാരണ നമ്മൾ ചെയ്യാത്തൊരു കാര്യം ഈ വീഡിയോയിൽ ചെയ്യുകയാണ്. സാധാരണ പ്രെയർ ലൈൻ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നവർക്കാണ് നമ്മൾ സാധാരണ അവരുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. പക്ഷേ ബ്ലെസ്സിമോളുടെ കേസിൽ ബ്ലെസ്സിമോളെ സഹായിക്കുവാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ അവരുടെ നമ്പർ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ദയവായിട്ട് ആ നമ്പർ ശ്രദ്ധിച്ചാട്ട് ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ കാണുന്ന എല്ലാ ദൈവമക്കളും പ്രിയ ബ്ലെസ്സിമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നാളെ ഒരിക്കൽ ആസാദിൽ വന്ന് ഒരു വലിയ വിടുതലിൻ്റെ സൗഖ്യത്തിൻ്റെ ദൈവം അത്ഭുതം ചെയ്തതിൻ്റെ ഒരു സാക്ഷ്യം പറയത്തക്കവണ്ണം, കർത്താവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് വിവരിക്കത്തക്കവണ്ണം ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ. ഞങ്ങൾ ഒന്നിച്ച് മോക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുക. നമ്മുടെ ആസാദി വ്യൂവേഴ്സ് എല്ലാം ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുക. പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ പ്രിയ പൈതൽ ബ്ലെസ്സി ഏഞ്ചലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവളുടെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾ കേട്ടു. ഒത്തിരി സ്വപ്നങ്ങളോടുകൂടെ കർത്താവെ അവൾ ഒരു നല്ല ഡോക്ടറാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി റഷ്യയിൽ പോയി പഠിച്ചു. എന്നാൽ മടങ്ങി വന്ന അനന്തരം അവൾക്കിന്നും ജോലി ചെയ്യുവാൻ കഴിയാതെ വന്ന ശരീരത്തിൽ അവൾ രോഗിയായിരിക്കുന്നുവല്ലോ. അവിടുന്ന് സൗഖ്യദായകനാണ്. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം തന്നെ ലോകത്തിൻ്റെ വിവിധ വൻകരകളിലിരുന്ന് നിൻ്റെ മക്കളാകുന്ന ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അസാധാരണ ദൈവശക്തി നിൻ്റെ മകളുടെ മേലടങ്ങട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആ SLE അവളുടെ ശരീരത്തിൽ നിന്ന് മാറിപ്പോയി. ആ ഓട്ടോ ഇമ്മ്യൂൺ ആ ഡിസീസൊക്കെ മാറിപ്പോയി. അവളുടെ എല്ലാ സിസ്റ്റവും നോർമലാകട്ടെ. അവളുടെ കിഡ്നി യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. വലിയ അത്ഭുതങ്ങൾ സംഭവിക്കണം. അനേക ദൈവമക്കളെ ഈ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുവാൻ കൊണ്ട് നീ ഒരുക്കണം. അങ്ങനെ നീ ചെയ്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. സകലമാനവും സകല മഹത്വവും ഞങ്ങളോടത്തോട് അർപ്പിക്കുന്ന കർത്താവേ, നന്ദി പറയുന്നപ്പ. വിടുവിച്ചിരിക്കാൽ, സൗഖ്യമാക്കിയിരിക്കാൽ, നിൻ്റെ ബലം ഞങ്ങളുടെ മേൽ പകർന്നിരിക്കാൽ സ്തോത്രം.
പ്രാർത്ഥന കേട്ട് വിടുവിച്ചിരിക്കൽ സ്തോത്രം. യേശു മൂലതാഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുക, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. ഗോഡ് ബ്ലസ് യു.